blessing today. ബ്ലെസ്സിങ് ടുഡേ എന്ന ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ 1000 എപ്പിസോഡ് പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലോകമെമ്പാടും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുവിൻ എന്ന ദൈവവചനത്തെ അതിൻ്റെ പൂർണ്ണതയിൽ നിവർത്തീകരിക്കാൻ അദ്ദേഹം നടത്തുന്ന ഈ ശ്രമങ്ങളെ ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ അനേകർ ദൈവത്തെ അറിയുവാനായിട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട്, രോഗസൗഖ്യങ്ങൾ പ്രാപിക്കുവാനായിട്ട്, എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളെയും പ്രാപിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനായി നിമിത്തമായി തീർന്ന, അതിന് വഴിവെച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ. 1000 എപ്പിസോഡ് പൂർത്തിയാക്കുന്ന ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിനും അതിൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. This program is sponsored by Welcome to 1000th episode of Blessing Today. It is really amazing. 1000ാമത്തെ എപ്പിസോഡ് വരെ ദൈവം നമ്മെ നടത്തി. ഒത്തിരി പേർ ഒരുമിച്ച് നിന്ന് ഈ ബ്ലെസ്സിങ് ടുഡേയെ ഇതുവരെ കൊണ്ടുവരാൻ ദൈവം നമ്മെ സഹായിച്ചു. I am really happy and I am so thankful to every sponsor. ഈ സ്പോൺസേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും നടക്കില്ലായിരുന്നു. സോ ഇന്ന് 1000ാമത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അവരോടുള്ള നന്ദി അറിയിക്കുമ്പോൾ തന്നെ ഈ 1000 എപ്പിസോഡുകൾക്കകത്ത് കോ സ്പോൺസേഴ്സായി, ഫുൾ സ്പോൺസേഴ്സായി, എക്സ്ക്ലൂസീവ് സ്പോൺസേഴ്സായി ഒക്കെ ഇതിനോട് ചേർന്ന് നിന്ന ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിലുള്ള എല്ലാവരോടും 1000 നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരൊക്കെയാണ് ഇന്നത്തെ? ഇന്നും 3 പേർ കൂടി ചേർന്നിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സ്പോൺസറാണ് ഷാർജയിൽ നിന്ന് വരുൺ ലാൽ, വൈഫ് നിമിഷ. അവർക്ക് ഓസ്ട്രേലിയയിൽ ഒരു ജോലി ലഭിക്കാനും ഒരു നല്ലൊരു കുഞ്ഞിനെ കർത്താവ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ അവരുടെ സഹോദരി കവിത വിജയലാൽ, അവർക്ക് ഖത്തറിലൊരു ജോലി ലഭിക്കാനും അവർക്കും ഒരു കുഞ്ഞുണ്ടാകാൻ, അവരുടെ മാതാവ് ചന്ദ്രലത, അവരുടെ പ്രോപ്പർട്ടിയുടെ പാർട്ടീഷൻ വളരെ ഭംഗിയായിട്ട് നടക്കാൻ, പിതാവ് വിജയലാൽ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കണം. കർത്താവെ, ഈ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ പ്രാർത്ഥന വിഷയത്തിലും ദൈവമേ അങ്ങയുടെ കരം വെച്ച് അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൽ നിന്നും അങ്ങയുടെ മഴയും അങ്ങയുടെ മഞ്ഞും പെയ്തിറങ്ങി അവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. കർത്താവെ, അവർ ചോദിച്ചതല്ല, അതിലുപരിയായ അനുഗ്രഹങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നതിനപ്പുറത്ത്, ഞങ്ങൾ കിനാവ് കാണുന്നതിനപ്പുറത്ത് ആ കുടുംബത്തിൽ നൽകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അടുത്ത സ്പോൺസർ എന്നുള്ളത് തുംകൂരിൽ നിന്ന് റോബർട്ട് ജോൺ ആൻഡ് റിസിൽഡ റോബർട്ട്. അതിൽ തന്നെ ഇവർ രണ്ടുപേരുടെയും മകൻ റൊണാൾഡ് റോബർട്ടിന്റെ ബർത്ത്ഡേ ആണെന്ന് ഇന്ന്. യെസ്, many happy returns of the day, Ronald. God bless you. തീർന്നില്ല ബ്രദറെ, ഈ റോബർട്ടിന്റെയും റിസിൽഡയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ. യെസ്, ഹാപ്പി ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. ഈ ദമ്പതികൾക്ക് അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, രോഗങ്ങളിൽ നിന്നെല്ലാം വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അവരുടെ മകൻ നേരത്തെ പറഞ്ഞ പോലെ റൊണാൾഡ് ആൻഡ് വൈഫ് ഷൈനി, അവരുടെ വിവാഹ നന്മകൾ ഉണ്ടാകാൻ, അപ്പോൾ തന്നെ റിസിൽറ്റ സിസ്റ്ററിന്റെ സഹോദരി സ്മിതയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇത്രയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം, ഞങ്ങൾ മാത്രമല്ല. കർത്താവെ, ഈ കുടുംബത്തിനായി, അവർ ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്കായി ലോകം എമ്പാടുമുള്ളവർ ഞങ്ങളിപ്പോൾ ഹൃദയങ്ങൾ കൊരുത്ത്, കൈകൾ കോർത്ത്, വിശ്വാസങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ ഇപ്പോൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഫാദർ, release your miracles upon them, Father. Release your blessings upon them, Father.
റിലീസ് ബ്രേക്ക് ത്രൂസ് അപ്പോൺ ദം ഫാദർ. ആവശ്യപ്പെട്ടതിനേക്കാൾ ഉപരിയായ നന്മകളും അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിൻ്റെ മേലും അങ്ങ് ചൊരിയുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇനി ഒരാൾ കൂടെ ഉണ്ട്. യെസ്, മൂന്നാമത്തെ സ്പോൺസർ എന്നുള്ളത് എറണാകുളം ജില്ലയിൽ നിന്ന് പോണേക്കരയിൽ നിന്നുള്ള സ്വപ്ന ജോർജ് ആൻഡ് ആൻ്റണി ജോർജ്. സ്വപ്ന അവളുടെ PhD ഡിഫൻസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല ജോലിയും അവളുടെ വിവാഹം നടക്കാൻ ആൻ്റണിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ആൻ്റണിയുടെ ബിസിനസ് നല്ല കസ്റ്റമേഴ്സിന് ലഭിക്കാനും ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്, കൂടാതെ അവരുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും സ്വന്തമായിട്ടുള്ള അവർക്ക് വാഹനങ്ങളും അതുപോലെ സ്വന്തമായ ഭവനവും അവർക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെല്ലാവരും ചേർന്ന് സ്വപ്നയ്ക്ക് വേണ്ടി, ആൻ്റണിക്ക് വേണ്ടി, പാരൻസിന് വേണ്ടി, മാത്രമല്ല അവർ എഴുതി അറിയിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ 1000ാമത്തെ എപ്പിസോഡ് അവിസ്മരണീയമായിരിക്കുന്നത് പോലെ തന്നെ അവരുടെ മേൽ കർത്താവ് പകരാൻ പോകുന്ന അനുഗ്രഹങ്ങളും മറക്കാനാവാത്തതായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വാസത്താൽ തിരുസന്നിധിയിൽ നിന്നും ഈ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കുള്ള മറുപടിയെ ഞങ്ങളിപ്പോൾ സ്വീകരിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ഓൾ സ്പോൺസേഴ്സ് once again. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ആത്മീയ വെളിച്ചം നൽകിയ ബ്ലെസ്സിംഗ് ടുഡേ, 10,000ങ്ങളുടെ ജീവിതത്തിന് പുതിയ തലങ്ങൾ സമ്മാനിച്ച ബ്ലെസ്സിംഗ് ടുഡേ, നമ്മെ ഓരോരുത്തരെയും എണ്ണമറ്റ അനുഗ്രഹത്തിലേക്ക് നയിച്ച ബ്ലെസ്സിംഗ് ടുഡേ. ബ്ലെസ്സിംഗ് ടുഡേയുടെ 1000ാമത്തെ എപ്പിസോഡ് സെലിബ്രേഷനും കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ വാർഷികാഘോഷവും ഡിസംബർ 5, 6, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 8:30 വരെയും ഡിസംബർ 7-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും അനുഗ്രഹത്തിന്റെ ഈ 3 ദിവസങ്ങളിൽ ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും കൂടാതെ അഭിഷിക്തരായ ദേവദാസന്മാരും ശുശ്രൂഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുവാനും സാക്ഷികളാകുവാനും ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. ഇന്ന് 1000ാമത്തെ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ 1ാമത്തെ എപ്പിസോഡ് തുടങ്ങി 1000 വരെ കർത്താവ് നടത്തിയ വിധങ്ങൾ, വഴികൾ, എത്രയോ ടോപ്പിക്കുകളാണ്, എത്രയോ വളരെ മനോഹരമായ എപ്പിസോഡുകളാണ് നിങ്ങളുടെ മുൻപിൽ ബ്ലെസ്സിംഗ് ടുഡേക്ക് അണിയിച്ചൊരുക്കി കൊണ്ടുവരാൻ സാധിച്ചത്. അതിൻ്റെ ഒരു ചെറിയൊരു ഫോമുല, അത് മുഴുവൻ, ആ മൈൽ സ്റ്റോൺ മുഴുവൻ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. 2010 ഡിസംബർ 31 കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെട്ട പുതുവത്സരാരാധനയിൽ ദൈവിക നിയോഗത്താൽ ബ്രദർ ഡാമിയൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. Revelation chapter 3 and verse number 8. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം. Again we read, I have placed before you an open door that no one can shut. അവിടെ വീണ്ടും നാം കാണുന്നു, ആർക്കും അടച്ചുകൂടാത്ത ഒരു തുറന്ന വാതിൽ ഇതാ ഞാൻ നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു. ആ വാഗ്ദാന പ്രകാരം ദൈവം തുറന്ന വാതിലാണ് ബ്ലെസ്സിംഗ് ടുഡേ. ജനുവരി 17-ാം തീയതി ബ്ലെസ്സിംഗ് ടുഡേ സൂര്യ ടിവിയിൽ സംപ്രേഷണം ആരംഭിച്ചു. ബ്ലെസ്സിംഗ് ടുഡേ ഒരു TV പ്രോഗ്രാം എന്നതിലുപരി വ്യക്തികൾക്കും സമൂഹത്തിനും ആവശ്യമായ പ്രായോഗിക നിർദ്ദേശങ്ങളും ദൈവിക സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വഴികാട്ടി കൂടിയായി തീർന്നു. ലളിതമായ രീതിയിലാണ് ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം ആദ്യം തുടങ്ങിയത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രോഗ്രാം ജനഹൃദയങ്ങളെ സ്പർശിക്കുവാൻ സാധിച്ചു. ഇന്ന് ബ്ലെസ്സിംഗ് ടുഡേ 1000 എപ്പിസോഡുകൾ പൂർത്തിയാക്കുമ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങളോടും അത്ഭുതങ്ങളോടും കൂടി ദൈവം വഴി നടത്തി. എൻ്റെ
പേര് നിയ. 1000 എപ്പിസോഡ്സ് പിന്നിടുന്ന ബ്ലെസ്സിംഗ് ടുഡേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. മനുഷ്യനെ നശിപ്പിക്കുന്ന 7 ഇസങ്ങൾ, പുതിയ സൃഷ്ടി, ജീസസ് മാനിഫെസ്റ്റോ, സ്വർഗരാജ്യത്തിന്റെ ഉപമകൾ തുടങ്ങി അനവധിയായ സന്ദേശങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾക്ക് മുൻപിൽ കാഴ്ചവെച്ചു. പീഠാനുഭവ ആഴ്ചയിലെ ഓരോ ദിവസങ്ങളിലും സംഭവിച്ച പ്രത്യേകതകൾ, അനുഭവ സാക്ഷ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള മിറാക്കിൾസ് ടുഡേ സ്പെഷ്യൽ. യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു, എന്റെ വേദന മാറ്റി, രോഗം മാറ്റി, കടം മാറ്റി തുടങ്ങിയ വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സാക്ഷ്യങ്ങളോടെ മിറാക്കിൾസ് ടുഡേ ഇന്നും ജൈത്രയാത്ര തുടരുന്നു. God can perform miracles. ജനങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ബ്രദർ ഡാമിയന്റെ മറുപടികൾ നവംബർ 14-ലും ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നടന്ന സന്ദേശങ്ങൾ പ്രത്യേകമായി സംപ്രേഷണം ചെയ്തു. ബ്രദർ ഡാമിയന്റെ ഓരോ ദിവസവും വരുന്ന സന്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഫിലിപ്പിയർ ലേഖനം താൻ 40 എപ്പിസോഡിൽ പരമായി പഠിപ്പിച്ചപ്പോൾ അത് എന്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റമുളവാക്കി. മദ്യപാനികൾക്കുള്ള സന്തോഷവാർത്ത, ആത്മഹത്യയും പരിഹാര മാർഗങ്ങളും എന്നീ സന്ദേശങ്ങൾ വലിയ ചില സാമൂഹിക വിപത്തിനെതിരെയുള്ള വാളായിരുന്നു. The Bible and You is another segment in the program that really helps me to know more about the Bible. ബൈബിൾ ആൻഡ് യു എന്ന ക്വിസ് പ്രോഗ്രാമിന്റെ മെഗാ കോൺടെസ്റ്റ് നടന്നു. വിജയികൾക്ക് തക്ക പാരിതോഷികം നൽകി. ഇടയ്ക്കിടയ്ക്ക് പ്രക്ഷേപണം ചെയ്യപ്പെട്ട സ്വർഗീയ ഗാനങ്ങൾ അനേകരെ ആരാധനയുടെ പുതിയ തലങ്ങളിലേക്ക് നയിച്ചു. അതുപോലെ ബ്ലെസ്സിംഗ് സെന്റർ ക്വയർ ആലപിച്ച ആരാധനാ ഗീതങ്ങൾ ക്രിസ്മസ് സമ്മാനമായി നിങ്ങളുടെ മുൻപിലെത്തിയ പുതിയ ക്രിസ്മസ് എപ്പിസോഡുകൾ, പ്രയർ ടൈം, ഓരോ ദിവസം പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ മറുപടിയാണ് പലപ്പോഴും മിറാക്കിൾസ് ടുഡേയിൽ കാണുന്നത്. രോഗവിവരങ്ങളും ചിലപ്പോൾ പേരുകളും വിളിക്കപ്പെടുമ്പോൾ അതേ വ്യക്തികൾ വിടുതൽ പ്രാപിക്കുന്ന സാക്ഷ്യത്തിനു വേണ്ടി മുന്നോട്ട് വരികയും ചെയ്യുന്നു. പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി ഫോൺ ഇൻ പ്രോഗ്രാം. ബ്ലെസ്സിംഗ് ടുഡേയുടെ പ്രേക്ഷകർക്കായി ആരംഭിച്ച ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ ആയിരങ്ങളുടെ ആത്മീയ സംഗമത്തിന് വേദിയൊരുക്കി. 2014 കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തുമായി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ നടത്തപ്പെട്ടു. ന്യൂയോർക്ക്, സാനോസെ, കാനഡ, സൗത്ത് കരോലൈന, ദുബായ്, ഷാർജ തുടങ്ങിയ സ്ഥലങ്ങളിലും നടത്തപ്പെട്ടു. Even if the heaven and earth is passing away, this word will never pass away. ബ്ലെസ്സിംഗ് ടുഡേയിൽ നൽകപ്പെട്ട ആദ്യത്തെ 50 സന്ദേശങ്ങളുടെ സാഹിത്യ ആവിഷ്കാരമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ആശിഷമാരി എന്ന പുസ്തകം അനേകരുടെ കണ്ണീർ തുടച്ചു. തുടർന്ന് കഴിഞ്ഞ 1.5 വർഷങ്ങൾ കൊണ്ട് 6 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ബ്ലെസ്സിംഗ് ടുഡേയുടെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത സ്പോൺസേഴ്സ്, ഇതിന്റെ പിന്നിൽ അഹോരാത്രം അധ്വാനിച്ച വ്യക്തികൾ, പ്രാർത്ഥിച്ച വ്യക്തികൾ, ബ്ലെസ്സിംഗ് ടുഡേ സംപ്രേഷണം ചെയ്ത സൂര്യ TV, എല്ലാവരോടും നന്ദി.
5-ാമത്തെ എപ്പിസോഡിൽ എന്ത് മെസ്സേജ് പറയണമെന്ന് തന്നെ എനിക്കറിയാം. കാരണം ഒത്തിരി കാര്യങ്ങൾ തിങ്ങി നിറഞ്ഞു വരികയാണ്. എങ്കിലും ദൈവവചനത്തിലുള്ള ഒരു ഭാഗം ഓർമ്മയിൽ വരുന്നത് ബുക്ക് ഓഫ് സെഖര്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനമാണ്. അതിൽ നമ്മൾ വായിക്കുന്നത് ഹൂ ഡേഴ്സ് ഡെസ്പൈസ് ദ ഡേ ഓഫ് സ്മോൾ തിങ്സ് എന്ന് വെച്ചാൽ അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർക്ക് തുച്ഛീകരിക്കാൻ കഴിയും? NIV-യുടെ ശരിക്കും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ തുച്ഛീകരിക്കാൻ ആര് ധൈര്യപ്പെടും എന്നാണ്. എന്ന് വെച്ചാൽ ചെറുതായി ആരംഭിക്കുന്ന ഒരു സംരംഭത്തെ ആ തുടക്കത്തിൽ പലർക്കും തുച്ഛീകരിക്കാൻ സാധിക്കും. പക്ഷെ ദൈവം അതിന് ഒരിക്കലും തുച്ഛീകരിക്കില്ല. കാരണം ഗോഡ് ഈസ് ആൽഫ ആൻഡ് ഒമേഗ. ഹീ നോസ് ദ എൻഡ് ഫ്രം ദ ബിഗിനിങ്. അതുകൊണ്ട് ഈ ബ്ലെസ്സിങ് ടുഡേ വളരെ ലളിതമായി ചെറിയ രീതിയിൽ നമ്മൾ ആരംഭിച്ചൊരു വീട്ടിൽ, ഞാൻ ഇന്ന് ഓർക്കുന്നത് ആദ്യത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്തത് ഒരു വീട്ടിൽ ഒരു വലിയ മരത്തിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ, ദാറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ട്. ആ വേരുകളൊക്കെയുള്ള ആ പശ്ചാത്തലത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള സന്ദേശവുമായിട്ട് നമ്മൾ ആരംഭിച്ച, അതും ഉള്ളിലൊരു പേടിയുണ്ട്, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും, ഒരു എടുത്തുചാട്ടമാണ്, ഇതൊക്കെ വിചാരിച്ച് തുടങ്ങിയെങ്കിലും അന്ന് ഓർക്കേണ്ടായിരിക്കും ബ്രദർ, അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2-ാമത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസർ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു സ്ഥലത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ ഇവിടേക്ക് നിന്ന് ഓരോരുത്തരും മാറി സ്പോൺസേഴ്സിന്റെ ഹണ്ടിങ് നടക്കുകയാണ്. ആരെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ മൊബൈലിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു നിയമം എന്നുള്ളത് ആദ്യത്തെ 10 എപ്പിസോഡുകൾ ഒന്നിച്ച് ഷൂട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ചാനലിൽ എത്തിക്കണം എന്നുള്ളതായിരുന്നു. സോ അപ്പം 2-ാമത്തെ എപ്പിസോഡ് ഷൂട്ട് നടക്കുന്ന സമയത്ത് 3-ാമത്തെ ആരാണ് അതിൻ്റെ സ്പോൺസർ, അതിനുവേണ്ടി ഫോൺ കോളാണ്. അങ്ങനെയായിരുന്നു അതിൻ്റെ ഏറ്റവും ലളിതമായ ഒരു തുടക്കം. യേശു ഒരിക്കൽ പറഞ്ഞത് എങ്ങനെയാണ്, ദൈവരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരു ചക്കക്കുരുവിനോട് സദൃശ്യമൊന്നും പറഞ്ഞില്ല, തേങ്ങ പോലെയാണെന്ന് കർത്താവ് പറഞ്ഞില്ല, പക്ഷേ കടുകുമണി എന്ന് പറയുമ്പോൾ ഇസ്രായേലിലെ കടുകുമണിയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കടുകുമണിയുടെ വലുപ്പത്തേക്കാൾ 1/6 ഉള്ളതെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അത്രത്തോളം ചെറുതാണ് ആ കടുകുമണി. പക്ഷേ അതിനെ നിലത്ത് പാകിക്കഴിയുമ്പോൾ അത് ഗാർഡൻ പ്ലാന്റ്സിലെ ഏറ്റവും വലിയൊരു ട്രീ ആയിട്ട് മാറും. എന്ന് വെച്ചാൽ അത് പാകുന്ന സമയത്ത് വേറെ പലതും വലുതായി നിൽക്കുകയാണ്, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. പക്ഷേ അതിനുശേഷം കാണുന്നത് ഏറ്റവും വലിയ ഒരു വൃക്ഷമായി അത് മാറും. എന്നും എൻ്റെ ഉള്ളിൽ ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്, ദൈവം എന്ത് തുടങ്ങിയാലും ചെറുതായിട്ട് തുടങ്ങും. ഇന്നിപ്പോൾ കോടിക്കണക്കിന് മനുഷ്യർ ഈ പ്ലാനറ്റിലുണ്ട്, പക്ഷെ തുടങ്ങിയത് ഒരാളിൽ നിന്ന്. അതുപോലെ എന്ത് തുടങ്ങുന്നതും ദൈവം എപ്പോഴും, ദൈവത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ, ദൈവത്തിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത്, എപ്പോഴും ദൈവം ചെറുതിലും തുടങ്ങും. പക്ഷേ ആ ചെറിയ അവസ്ഥയിൽ തന്നെ വലിയ ദൈവത്തെ നോക്കി വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നതാണ്. തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പല ചോദ്യങ്ങളുണ്ട്, ക്ഷമയ്ക്ക് പല ചോദ്യങ്ങളുണ്ടായിരുന്നു, കൂടെ നിൽക്കുന്നവർ ഇതിനു വേണ്ടി ഇപ്പോൾ എടുത്ത് ചാടണോ എന്നുള്ള പല സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും God was really encouraging us through many of you. പലരും മുന്നിലേക്ക് വരികയും ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുന്ന ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഇതിനെടുക്കുന്ന ആ സ്ട്രെയിനും പെയിനും എല്ലാം ആ സമയത്ത് നമ്മൾ മറന്നുപോകും. കാരണം ജനത്തിൻ്റെ പ്രത്യേകിച്ച് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ദാറ്റ് വാസ് ദ റിയൽ എൻകറേജ്മെൻറ്റ്. ഓരോ സ്ഥലത്ത് വന്നിട്ട് ഞാൻ ഇന്നും ഓർക്കുന്ന ആദ്യത്തെ ചില എപ്പിസോഡുകൾ കഴിഞ്ഞ സമയത്ത് ട്രിവാൻഡ്രത്തുള്ള ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഒരാൾ വിളിച്ചിരിക്കുന്നത്, നമ്മുടെ ടീം അവിടെ എത്തുന്നതിന് മുമ്പ് പലരും അവിടെ എത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരു പ്രായമുള്ളൊരു സഹോദരി ബ്ലഡ് ക്യാൻസർ മാറി എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ വന്ന് ഹാജരായിരിക്കുകയാണ്. എന്ന് മാത്രമല്ല അതിനുശേഷം ആ ടെസ്റ്റിമണി കണ്ടിട്ട് അവരുടെ ഫാമിലിയിലെ പല റിലേഷൻഷിപ്സും റെഡിയായി. പിറ്റേ പ്രാവശ്യം വന്നപ്പോൾ അവരെല്ലാം കൂടി ഒരുമിച്ച് വന്നു, വഴക്കുണ്ടായിരുന്നവരെല്ലാം മാറി ഒരുമിച്ച് വന്നു. ഇങ്ങനെ എവ്രി ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വാസ് അമേസിങ്, മിറക്കിൾ ആഫ്റ്റർ മിറക്കിൾ. ഇങ്ങനെ നമ്മളെ ദൈവം നടത്തിയത് ഓർക്കുമ്പോൾ
I don't know how to thank God. I don't know how to thank you people. കാരണം ഇന്ന് നമ്മൾ ആയിരങ്ങൾ ലക്ഷങ്ങൾ ഒരുമിച്ച് കണക്റ്റഡ് ആയത് ബ്ലെസ്സിങ് ടുഡേ പ്ലാറ്റ്ഫോമിലാണ്. മാത്രമല്ല അതിനുശേഷം ആ ഒരു എൻകറേജ്മെൻറ്റിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ ഹോട്ട് ബ്രെഡ് പോലെ അത് ജനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. റിയലി ദിസ് ഈസ് എ റിവൈവൽ. ലെറ്റ് മീ ടെൽ യു, ദിസ് ഈസ് എ റിവൈവൽ സ്റ്റാർട്ടഡ് ബൈ ഗോഡ് ദ ഫാദർ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ബ്ലെസ്സിങ് ടുഡേയുടെ തുടക്കം ഇത്ര ചെറുതിലാണെന്ന് പറയുമ്പോൾ ഇവർക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സത്യത്തിൽ ഇതുപോലെ ചെറിയ തുടക്കങ്ങളായി നിൽക്കുന്ന ഒരുപക്ഷെ ഒരു ആത്മീക സംരംഭമായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, ഒരു തയ്യൽ യൂണിറ്റ് ആയിരിക്കാം, അതെ, ഒരു വീടിൻ്റെ പണിയായിരിക്കാം. ഏറ്റവും ചെറിയ ഒരു തുടക്കത്തിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ബ്ലെസ്സിങ് ടുഡേയെ ഇതുപോലെ അനുഗ്രഹിച്ച് അണിയിച്ചൊരുക്കി നടത്തിയ അതേ ദൈവം, നിങ്ങൾ മൈൽ സ്റ്റോണിൽ നിങ്ങൾ ബ്രദർ ഡാമിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടിരുന്നു. അത് ഞാൻ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുന്ന നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. വലുതും വിശാലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. അതാണ് ബ്ലെസ്സിങ് ടുഡേക്ക് വേണ്ടി ദൈവം നൽകിയൊരു വാഗ്ദാന വചനം. ഇതേ വാഗ്ദാന വചനം തന്നെ ഈ 1000ാമത്തെ എപ്പിസോഡിൽ നിന്നുകൊണ്ട് ഇത് കാണുന്ന ഓരോരുത്തർക്കുമായി ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന ആ കൊച്ചു സംരംഭത്തിൽ വിശാലമായ ചില വഴികളും വാതിലുകളും കർത്താവ് തുറക്കാനായിട്ട് പോവുകയാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, വയലിലെ താമരയെ ഞാൻ അണിയിച്ചൊരുക്കുന്നു, ആകാശത്തിലെ പറവകൾ അതിനേക്കാളൊക്കെ നിങ്ങൾ ശ്രേഷ്ഠരല്ലേ, സ്വർഗത്തിലെ പിതാവ് ചെയ്യില്ലേ. അതുകൊണ്ട് ആശങ്കകൾക്ക് ദിസ് ഈസ് ദ ടെസ്റ്റിമോണി. ഈ 1000ാമത്തെ എപ്പിസോഡിൽ എല്ലാവരോടും പറയാനുള്ള അനുഭവ സാക്ഷി എന്ന് പറയുന്നത്, God is great, He is faithful, He will never change His word. He will keep His promise even for you personally. Amen. ഇനി പ്രാർത്ഥനയുടെ സമയമാണ്. ആദ്യമേ തന്നെ ഈ 1000ാമത്തെ എപ്പിസോഡ് ഇതുവരെ കർത്താവ് നടത്തിയതിന് കർത്താവിന് നാം നന്ദി കരയേറ്റനായി പോവുകയാണ്. മാത്രമല്ല എല്ലാ രോഗികൾക്ക് വേണ്ടിയിട്ട് കൂടെ ഇന്ന് ബ്രദർ ഡാമിയൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് 1000 എപ്പിസോഡുകൾ വരെ ഞങ്ങൾ നടത്തിയതിന് നന്ദി പറയുന്നു. അതിൻ്റെ പിന്നിൽ ഈ പ്രോഗ്രാമിൻ്റെ അതിൻ്റെ പ്രൊഡക്ഷൻ, പ്രസൻറ്റേഷൻ, സ്പോൺസർഷിപ്പ്, അതുപോലെ കർത്താവെ അതിനോടനുബന്ധിച്ച് നടന്ന നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ, അവിടെ കേട്ട 1000 അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ, രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ, എല്ലാറ്റിനുമായി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. Father, we don't know how to express our gratitude and thankfulness to you. But Father, we just say, we love you. We believe you. Yes. Thank you for your care hands, oh Father. Thank you for your faithfulness, Lord. ഞങ്ങളെല്ലാവരും ചേർന്ന് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അതോടൊപ്പം രോഗികൾക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ മാരക രോഗങ്ങൾ വരെ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. കുടലുകൾക്കകത്ത് അൾസറും അതുപോലെ ഭയങ്കരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടലിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളയണം എന്ന് വരെ വിചാരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കും ഇൻ ജീസസ് നെയിം. അതുപോലെ തന്നെ ലങ്സിൽ സുഷിരങ്ങൾ വീണ് പഞ്ചർ വീണ് പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ലിവർ പ്രോബ്ലം സൗഖ്യമാകും. ലിവർ സിറോസിസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലിയ വിടുതലുകൾ കർത്താവെ ഈ സമയത്ത് അങ്ങ് കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. അതുപോലെ കർത്താവെ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളില്ലാത്തവർ അടുത്തടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കൈകോർത്ത് പിടിക്കുക. അടുത്തില്ലെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ആ ദമ്പതികളെ കർത്താവ് അങ്ങ് കടാക്ഷിച്ച് വലിയൊരു വിടുതലും അത്ഭുതവും കർത്താവെ നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം
ഒരു സന്തോഷ വാർത്ത അവർ കേൾക്കാൻ തുടങ്ങട്ടെ. നീ റീപ്ലേസ്മെൻ്റ്, ഈ കാൽമുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ചില വ്യക്തികൾ, പ്രത്യേകിച്ച് ഒരു 50 എബവ് ഉള്ള ചില സഹോദരന്മാർ സഹോദരിമാർ, യേശുവിൻ നാമത്തിൽ അവർക്കൊരു വലിയ സൗഖ്യം ഉണ്ടാകട്ടെ. നിങ്ങളിപ്പോൾ തന്നെ ആ മുട്ടിൻ്റെ ഭാഗം ചലിപ്പിക്കാൻ തുടങ്ങുക. ഇൻ ജീസസ് നെയിം. സാമ്പത്തികമാകാം, ജോലിയുടെ ആവശ്യമാകാം, വിവാഹമാകാം, ഭവനമാകാം, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവരുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനാൽ നന്ദി പറയും. നിങ്ങൾ ഏത് ആവശ്യമായിക്കോട്ടെ, ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ തന്നെ ആ വിടുതൽ സ്വീകരിക്കുക. ഇൻ ജീസസ് നെയിം. ആമേൻ. ഈ ആഴ്ചയിലെ ഓരോ പ്രോഗ്രാമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ 999 ഇന്ന് 1000 നാളെ 1001 എപ്പിസോഡാണ്. അപ്പോൾ തന്നെ 1000 എപ്പിസോഡിൻ്റെ സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു താങ്ക്സ് ഗിവിങ് പ്രെയറിന് വേണ്ടി, ഒരു താങ്ക്സ് ഗിവിങ് സർവീസിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാൻ പോവുകയാണ്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ നമ്മൾ ഒരുമിച്ച് കൂടി വരികയാണ്. മാത്രമല്ല കൊച്ചിയിലെ ബ്ലെസ്സിങ് സെൻറ്ററിൻ്റെ 12ാമത്തെ ആനിവേഴ്സറി കൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. പല ദൈവദാസന്മാരും ദൈവദാസിമാരും ഒക്കെ ശുശ്രൂഷിക്കും. ലോകമെമ്പാടുള്ള എല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്നുള്ളവരും അവിടെ വന്നെത്തുന്നു. ദിസ് ഈസ് ഗോയിങ് ടു ബി ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. ഐ എം സോ എക്സൈറ്റഡ്. സോ നാളത്തെ പ്രോഗ്രാം കാണാനായിട്ട് മറക്കരുത്. 1001 അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നാം നീങ്ങുകയാണ്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.